ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, കേരളം ഉൾപ്പെടെ ഏതാണ്ട് രാജ്യത്തെ 12 സ്ഥലങ്ങളിൽ SDPIക്ക് വേണ്ടി ED വല വിരിച്ചിരിക്കുകയാണ്. ശരിക്കു പറഞ്ഞാൽ അമിത്ഷായെയും നരേന്ദ്രമോദിയെയും ഈ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനങ്ങളെയും ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു ഇവർ ഇത്രയും കാലവും ഇവിടെ അഴിഞ്ഞാടിയിരുന്നത്. എന്നാൽ അതിനൊക്കെ ഏതാണ്ട് വിരാമം കുറിച്ചിരിക്കുന്നു. ഒരു ഹർത്താലില്ല, ഒരു പ്രകടനങ്ങളില്ല, ഒരു തക്ബീർ മുഴക്കലുകളില്ല. പോപ്പുലർ ഫ്രണ്ടിന്റെ അണികളും നേതാക്കന്മാരും SDPIയുടെ അണികളും നേതാക്കന്മാരും ഏതു മാളത്തിലാണ് പോയി ഒളിച്ചിരിക്കുന്നത് എന്നറിയില്ല. ഹമാസിന്റെ ടണലുകളിലാണ് ഒളിച്ചിരിക്കുന്നതെങ്കിലും ശരി, ഒന്നില്ലാതെ സകലമാന കാലന്മാരെയും, അത് കുട്ടിക്കാലന്മാരാകട്ടെ മുതുകാലന്മാരാകട്ടെ, പൊക്കിയെടുക്കും എന്നത് അമിത്ഷായുടെ തീരുമാനമാണ്. അദ്ദേഹം അത് ഡിക്ലെയർ ചെയ്തു കഴിഞ്ഞു. ഈ രാജ്യത്തിന്റെ ചോറും തിന്നിട്ട്, ഈ രാജ്യത്തോട് കൂറു കാണിക്കാതെ വിദേശ രാജ്യങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ നിന്നും ഇറാനിൽ നിന്നുമൊക്കെ കോടികൾ വാങ്ങി ഈ രാജ്യത്തെ ഇവന്മാരെല്ലാം കൂടി മൂത്രമൊഴിച്ചിട്ടങ്ങ് ഒലിപ്പിച്ച് കളയാമെന്നാണ് ഭാവമെങ്കിൽ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എന്ന് അമിത്ഷാ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. അത് ശേഖരിക്കുന്നത് എന്ന് മാത്രമല്ല, ജിഹാദ് തന്നെയാണ് ലക്ഷ്യം. കേരളം ഉൾപ്പെടെ രാജ്യത്തെ 12 ഇടങ്ങളിൽ SDPI കേന്ദ്രങ്ങളിൽ ED റെയ്ഡ്. മലപ്പുറത്തും തിരുവനന്തപുരത്തും അടക്കമാണ് റെയ്ഡ്. പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് MK ഫൈസിയുടെ അറസ്റ്റിന് പിന്നാലെയാണ് ED റെയ്ഡ്. കൂടുതൽ വിവരങ്ങളുമായി മാറ്റിയിട്ട് കാര്യമില്ല, പിഴുതു മാറ്റണം, ഉന്മൂലനം ചെയ്തു വേണം മുന്നോട്ട് പോകാൻ. വകഞ്ഞു മാറ്റുകയല്ല ചെയ്യേണ്ടത്. വിഭവസമൃദ്ധമായ ഭക്ഷണം നൽകിയിട്ട് ആ പാത്രത്തിന്റെ അറ്റത്ത് മനുഷ്യ കാഷ്ടം ഒരൽപ്പം ഇരുന്നാൽ എങ്ങനെയുണ്ടാകും? അതുപോലെയാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിന് ശേഷം ഈ രാജ്യത്ത് നിന്ന് തീവ്രവാദം പോയി പോകുമെന്ന് വിചാരിക്കരുത്. അങ്ങനെ ആരും വിചാരിച്ചിട്ടുമില്ല. പ്രത്യേകിച്ച് നമ്മുടെ കേന്ദ്രം ഒന്നും ഇങ്ങനെ വിചാരിച്ചിട്ടില്ല. അവർ ഇവരെ നിരന്തരം വീക്ഷിച്ചുകൊണ്ടേയിരുന്നു. ബംഗാളികൾ എന്ന വ്യാജേന, ബംഗ്ലാദേശികൾ എന്ന വ്യാജേന NIA ഉദ്യോഗസ്ഥർ ഇവരെ വിടാതെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. തെളിവുകൾ വേണമായിരുന്നു. അതുകൊണ്ട് SDPI കേന്ദ്രങ്ങൾ ഇവരെന്താണ് ചെയ്യുന്നത്, എന്താണ് ഇവരുടെ ലക്ഷ്യം? ഇവരേത് മാളത്തിൽ പോയി ഒളിച്ചാലും ശരി പൊക്കിയിരിക്കും. ഇവര് മുമ്പൊക്കെ പ്രസംഗിച്ചിരുന്നത് എന്താണെന്നറിയാമോ? ഞങ്ങൾ വിരിമാറ് കാണിച്ചു കൊടുക്കും നമ്മുടെ രാജ്യത്തിനു വേണ്ടി, ഭരണഘടനയെ സംരക്ഷിക്കുന്നതിനു വേണ്ടി. ഇവിടെ ഒരു മതവിഭാഗത്തിനും ഒരു മതരാജ്യം വേണ്ട. ഇവരാണ് ഈ മതരാജ്യത്തിനു വേണ്ടിയെല്ലാം അട്ടഹാസം ഉണ്ടാക്കുന്ന ആളുകൾ. എന്നിട്ട് സാധാരണക്കാരെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവർ പറയും ഞങ്ങളെ കാത്തിരിക്കുന്നത് ജയിലുകളായേക്കാം. ഇപ്പൊ ഇവർ ഓടി ഒളിച്ചു. പോപ്പുലർ ഫ്രണ്ടിന് നടത്തിയതുപോലെ ഒരു ഹർത്താൽ ഒന്ന് നടത്താനുള്ള ആംബിയർ ഇപ്പൊ ഇല്ലേ? പ്രതിനിധികളായ ഗൗതം അനന്തനാരായണനും ശിവദാസ് കന്മനവും പ്രജിത് മോഹനനും ചേരുകയാണ്. ആദ്യം ഗൗതമിലേക്ക് പോകുന്നു. ഗൗതം, കഴിഞ്ഞ ദിവസം MK ഫൈസിയുടെ അറസ്റ്റിന് പിന്നാലെ ED കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ PFIയും SDPIയും ഒന്നു തന്നെ എന്ന് തന്നെയാണ് അതിൽ പരാമർശിക്കുന്നത്. എന്ന് മാത്രമല്ല, SDPIയുടെ എല്ലാ നയവും PFIക്ക് തുല്യമാണ്. സാമ്പത്തിക സ്രോതസ്സുകളടക്കം ഇവർ രണ്ടുപേരും ഒരുമിച്ച് തന്നെയാണ് അത് ശേഖരിക്കുന്നത് എന്ന് മാത്രമല്ല, ജിഹാദ് തന്നെയാണ് ലക്ഷ്യം. ആന്തരികമായി ഇസ്ലാമിക സംഘടനയായും സാമൂഹികമായി ബാഹ്യമായ ഒരു സാമൂഹിക സംഘടനയായുമാണ് SDPI പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ആ ED റിപ്പോർട്ടിൽ നിന്ന് തന്നെ വ്യക്തമാവുകയാണ്. എന്തായാലും അതിന്മേൽ ഒരു പിടിമുറുക്കം തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്തെ 12 ഇടങ്ങളിൽ ആണ് ഇപ്പോൾ ED റെയ്ഡ് നടക്കുന്നത്. SDPI കേന്ദ്രങ്ങളിൽ കേരളത്തിലെ 2 ഇടങ്ങളിലാണ്, മലപ്പുറത്തും തിരുവനന്തപുരത്തും റെയ്ഡ് പുരോഗമിക്കുന്നുണ്ട്. ഗൗതമിന് നൽകാൻ കഴിയുന്ന മറ്റു വിവരം? രോഹിണി, SDPIയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ MK ഫൈസിയുടെ അറസ്റ്റിന് പിന്നാലെയാണ് ഇപ്പോൾ വലിയ പരിശോധന രാജ്യത്ത് 12 സ്ഥലങ്ങളിലായി തുടർന്നുകൊണ്ടിരിക്കുന്നത്. SDPIയുടെ ഭീകരബന്ധം സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഇവരുടെ സമുന്നതനായ നേതാവിനെ ED പൊക്കിക്കൊണ്ടുപോയി തീഹാർ ജയിലിൽ അടച്ചിട്ടും അണികൾ നിശബ്ദരായിരിക്കുന്നല്ലോ. അപ്പോൾ താടിയുള്ള അപ്പൂപ്പനെ പേടിയുണ്ടല്ലേ? ഇവരിങ്ങനൊന്നും അല്ല പറഞ്ഞിരുന്നതേ. ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ആ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരുന്നത് പോപ്പുലർ ഫ്രണ്ട് തന്നെയാണ് SDPI എന്നുള്ളതാണ്. SDPIയുടെ നയങ്ങൾ പോപ്പുലർ ഫ്രണ്ടിന്റെ നയങ്ങൾ തന്നെയാണ്. അത് സാമ്പത്തികമായ സഹായമോ അല്ലെങ്കിൽ നയപരമായ രൂപീകരണമോ മാത്രമല്ല, മറിച്ച് പോപ്പുലർ ഫ്രണ്ട് എങ്ങനെയാണോ കായികമായി രാജ്യത്തിന്റെ അഖണ്ഡതയെയും ഐക്യതയെയും ചോദ്യം ചെയ്യാൻ ശ്രമിക്കുന്നത്, അതേ ശൈലി തന്നെയാണ് SDPIക്ക് ഉള്ളത് എന്ന് തന്നെയാണ് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റിപ്പോർട്ടിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നത്. അതിനാൽ ഇതൊരു ലക്ഷണബദ്ധ ഭീകര സംഘടനയാണ് എന്ന പൂർണ്ണമായ വിലയിരുത്തലിലേക്ക് കേന്ദ്ര ഏജൻസികളും കേന്ദ്ര സർക്കാരും എത്തുകയാണ്. അതിനാൽ ഇതിപ്പോൾ 12 സ്ഥലങ്ങളിൽ റെയ്ഡ് നടക്കുന്നു. ദക്ഷിണേന്ത്യയിലെ തന്നെ കേരളം കൂടാതെ കേരളത്തിൽ തിരുവനന്തപുരത്തും മലപ്പുറത്തും പരിശോധന. ഒപ്പം കർണാടകയിലെ ബംഗളൂരുവിലും
ആന്ധ്രാപ്രദേശിലും പരിശോധന നടക്കുന്നുണ്ട്, മഹാരാഷ്ട്രയിലെ താനെയിൽ പരിശോധന നടക്കുന്നുണ്ട്, ഒപ്പം ഉത്തർപ്രദേശിന്റെ തലസ്ഥാനമായ ലക്നൌവിലും രാജസ്ഥാന്റെ തലസ്ഥാനമായ ജയ്പൂരിലും ഒപ്പം അസമിലെ ഗുവാഹട്ടി തുടങ്ങി രാജ്യത്തെ 12 സ്ഥലങ്ങളിലാണ് ഇപ്പോൾ SDPIയുടെ ഓഫീസുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മിന്നൽ പരിശോധന. ഇതിൽ നിർണായകമായ ചില തെളിവുകൾ കേന്ദ്ര ഏജൻസിക്ക് ഇതിനകം ലഭിച്ചു കഴിഞ്ഞുവെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം ഈ പരിശോധന നടക്കുന്നതിനൊപ്പം MK5C-യെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇയാളെ 6 ദിവസത്തെ ED കസ്റ്റഡിയിൽ കോടതി കഴിഞ്ഞ ദിവസം വിട്ടയച്ചിരുന്നു. അതിനാൽ ഈ ദിവസങ്ങളിലെല്ലാം ഇയാളെ ചോദ്യം ചെയ്യുന്നതിലൂടെ ഈ എങ്ങനെയാണ് പോപ്പുലർ ഫണ്ട് സ്വരൂപിക്കുന്നത്, ഒപ്പം ഈ ഫണ്ട് എങ്ങനെ SDPIക്ക് നൽകി, SDPI അത് ഏതൊക്കെ നിലയിൽ ഉപയോഗിച്ചു എന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ കൂടുതൽ തെളിവുകൾ ഈ MK5C-യെ ചോദ്യം ചെയ്തതിലൂടെ അത്തരം തെളിവുകൾ ശേഖരിക്കുക എന്നതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. എന്തായാലും SDPIക്ക് മേൽ കടുത്ത നടപടിക്ക് കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നു എന്നതിന്റെ കൃത്യമായ ലക്ഷണമാണ് ഇപ്പോൾ ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ മിന്നൽ പരിശോധന. രോഹിണി. ശരി ഗൗതം. തിരുവനന്തപുരത്ത് നിന്ന് പ്രജിത് മോഹനും ചേരുകയാണ്. പ്രജിത്ത്, കേരളത്തിൽ 2 ഇടങ്ങളിൽ മലപ്പുറത്തും തിരുവനന്തപുരത്തുമാണ് ഇപ്പോൾ നിലവിൽ SDPI കേന്ദ്രങ്ങളിൽ ED റെയ്ഡ് നടക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നുള്ള വിവരങ്ങൾ. ഇവിടെ അല്പം മുൻപ് ഇപ്പോൾ SDPIയുടെ നേതാക്കളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ അകത്തേക്ക് കയറണമെന്നൊരു ആവശ്യമൊക്കെ CRPF ഉദ്യോഗസ്ഥരുടെ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അത് അംഗീകരിച്ചില്ല. ഒരാളെ മാത്രം അകത്തേക്ക് പ്രവേശിപ്പിച്ചു. SDPIയുടെ സംസ്ഥാന സമിതി അംഗമാണ് അകത്തേക്ക് പ്രവേശിച്ചത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. SDPI നേതാക്കൾ പറയുന്നത് നേരത്തെ അതിനുള്ളിൽ ഓഫീസ് സെക്രട്ടറി മാത്രമാണ് ഉണ്ടായിരുന്നത്, അതുകൊണ്ടാണ് തങ്ങൾ എത്തിയത് എന്നുള്ളതാണ്. എന്തായാലും ഇവരെയും അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ സുരക്ഷാ ചുമതലയുണ്ടായിരുന്ന CRPF ഉദ്യോഗസ്ഥൻ തയ്യാറായില്ല. മറിച്ച് കുറച്ച് ദൂരത്തേക്ക് മാറി നിൽക്കാൻ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടു. അതാണ് നിലവിലത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. റെയ്ഡ് അകത്ത് തുടരുന്നു. SDPI നേതാക്കൾ നൽകുന്ന വിവരം അനുസരിച്ച് നിലവിൽ ഓഫീസ് സെക്രട്ടറി മാത്രമാണ് SDPIയുടെ പ്രവർത്തകരായിട്ട് അതിനകത്ത് ഉള്ളത് എന്നുള്ളതാണ്. ബാക്കി EDയുടെ ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ CRPF ഉദ്യോഗസ്ഥരുമാണ്, സുരക്ഷ ഒരുക്കുന്ന ഉദ്യോഗസ്ഥരുമാണ് ഇവിടെ ഉള്ളത്. 3 വാഹനങ്ങളിലായിട്ടാണ്, 3 ടാക്സി വാഹനങ്ങളിലായിട്ടാണ് ഈ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് രാവിലെ എത്തിയത്. ഇവരുടെ ഒരു സംഘടന നിരോധിച്ചതാണല്ലോ. എന്തെങ്കിലും വിലപ്പെട്ട രേഖകൾ ഇവർ ഓഫീസിൽ സൂക്ഷിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ആ രേഖകളൊക്കെ എത്തേണ്ടിടത്ത് കൃത്യമായി എത്തിയിട്ടുണ്ടാകും. ഇവരെവിടെയാണോ അത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ആ ഈറ്റില്ലത്തിലേക്ക് നുഴഞ്ഞു കയറാൻ പ്രഹരശേഷിയുള്ള ഒരു ടീം ഇവിടെയുണ്ട്. അതിനാണ് ഡോവൽ കുട്ടികൾ. അതീവ രഹസ്യമായിട്ടായിരുന്നു. സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ചിനോ ഇന്റലിജൻസ് വിഭാഗത്തിനോ ഒന്നും ഈ റെയ്ഡ് സംബന്ധിച്ച ഒരു സൂചനയും നേരത്തെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. റെയ്ഡ് ആരംഭിച്ചതിന് ശേഷം മാധ്യമങ്ങളുടെ വാർത്ത വന്നതിന് ശേഷമാണ് അവരും ഇക്കാര്യങ്ങൾ അറിഞ്ഞത് എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ 4ഓളം SDPI നേതാക്കൾ ഇവിടെ. അതായത് നമ്മുടെ നാട്ടിലെ പച്ച വെളിച്ചത്തെ എങ്ങാനും ഈ സംഭവം ഒന്ന് അറിയിച്ചിരുന്നെങ്കിൽ എല്ലാവർക്കും രക്ഷപ്പെടാൻ ഒരു സാഹചര്യം ഒരുങ്ങിയേനെ. എന്നാൽ നമ്മുടെ നാട്ടിന്റെ ഒരു നിയമവ്യവസ്ഥിതിയും ഭരണ സാഹചര്യവും രാഷ്ട്രീയ മത കാര്യങ്ങളുമൊക്കെ നമുക്കറിയുന്നതിനേക്കാൾ ഏറെ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും അറിയാം. അതുകൊണ്ടാണ് ഒരു കുഞ്ഞു പോലും അറിയാതെ പോപ്പുലർ ഫ്രണ്ടിന്റെ റെയ്ഡും അവരുടെ കേന്ദ്രങ്ങളിൽ ഇറങ്ങിച്ചെന്ന് അവരുണ്ടാക്കിയതെല്ലാം പൊക്കിയെടുക്കുകയും ഒക്കെ ചെയ്തവർ. SDPIയെ സംബന്ധിച്ചിടത്തോളം ഒരു റെയ്ഡ് നടത്താനും കേരളത്തിന്റെ സഹായം ആവശ്യമില്ല എന്ന് ഡോവൽ കുഞ്ഞുങ്ങൾ അങ്ങ് തീരുമാനിച്ചു. ED കൂടുതൽ പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്താനുള്ള ഒരു സാധ്യതയൊക്കെ നിലനിൽക്കുന്നു. പക്ഷേ ഒരു പ്രതിഷേധമൊക്കെ ഉണ്ടാകാൻ ഒരു സാധ്യത നിലനിൽക്കുന്നു. രാജ്യവ്യാപകമായി 12 ഇടങ്ങളിൽ ഈ പറയുന്ന രീതിയിൽ നടക്കുന്ന പരിശോധന, കേരളത്തിൽ 3 ഇടങ്ങളിൽ പരിശോധന നടക്കുന്നു. ആ പരിശോധനയാണ് മണിക്കൂറുകളായി ഇവിടെ തുടരുന്നത്. കഴിഞ്ഞ ദിവസം SDPI ദേശീയ അധ്യക്ഷൻ അടക്കമുള്ളവർ അറസ്റ്റിലായ കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ട വളരെ ഗുരുതരമായ ചില കണ്ടെത്തലുകൾ ED ഒരു ഔദ്യോഗിക വാർത്താക്കുറിപ്പായി തന്നെ പുറത്തുവിട്ടിരുന്നു. അതിന്റെ തുടർച്ച എന്ന രീതിയിൽ തന്നെയാണ് രാജ്യത്തെ ഇത്രയധികം കേന്ദ്രങ്ങളിൽ ഈ പരിശോധന നടക്കുന്നത് എന്നുള്ളതാണ്. SDPIയുടെ ഏറ്റവും പ്രധാന നേതാവ് ദേശീയ അധ്യക്ഷൻ തന്നെ അറസ്റ്റ് ചെയ്ത സാഹചര്യവും കസ്റ്റഡി എടുത്ത സാഹചര്യവും തുടർ നടപടികളുമായി ED മുന്നോട്ട് പോവുകയാണ്. നേരത്തെ ഗൗതം സൂചിപ്പിച്ചതുപോലെ SDPIയുടെ പ്രവർത്തനങ്ങളിൽ കേന്ദ്രം വലിയ ഒരു നടപടിക്ക് ഒരുങ്ങാനുള്ള SDPIയുടെ സകലമാന കേന്ദ്രങ്ങളും പ്രത്യേകിച്ച് ദേശീയ ഓഫീസുകളടക്കം ED തെരഞ്ഞു പിടിച്ചു തൂത്തുവാരി കുട്ടയിലാക്കി ഫ്ലൈറ്റിലാക്കി കൊണ്ടുപോകും. ചിന്തിച്ചില്ലല്ലോ ഇങ്ങനെ ഒരു വേട്ടയുണ്ടാകുമെന്ന്. മതതീവ്രവാദികളെ പ്രീണിപ്പിക്കുകയും അവരെ പരിപോഷിപ്പിക്കുകയും ചെയ്ത് ഈ രാജ്യ താല്പര്യത്തിനെതിരായിട്ടുള്ള ആശയങ്ങൾ മുഴക്കുന്ന ആളുകളൊക്കെ തയ്പ്പിച്ചു വെച്ചു ഒരു ഡയപ്പർ, NIA സ്പെഷ്യൽ ഡയപ്പർ. നന്ദി.